afternoon, ladies and gentlemen. Good afternoon. Yes, that is the energy and spirit. ആദ്യം തന്നെ ഏവരെയും ഔഷധി മിസസ് കേരള 2023 സ്വാഗതം ചെയ്യുന്നു. On behalf of this beautiful family, my name is Archana Ravi and I'll be the host for this fabulous event. And I must say that ഇവിടെ ഇന്ന് മത്സരിക്കുന്ന ഈ ഒരു 27 contestants എന്ന് പറയുന്നത് അവരുടെ ഫാമിലി, അവരുടെ കരിയർ, അവരുടെ കുട്ടികൾ, അതോടൊപ്പം തന്നെ അവരുടെ ഡ്രീംസ്, അവരുടെ സ്വപ്നം ഒരേപോലെ ബാലൻസ് ചെയ്യുന്ന ഏറ്റവും ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഇൻസ്പിറേഷണൽ വിമൻ ആണ്. ആൻഡ് ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ കഥകളാണ് ഇന്ന് നമ്മളോട് പറയാനായിട്ടുള്ളത്. ആദ്യമായിട്ട് ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാനായിട്ട് പോകുന്നത് ഔഷധിയുടെ ചെയർപേഴ്സണും ഏറ്റവും ബഹുമാനപ്പെട്ട ex-MLA ചെങ്ങന്നൂരിലെ. നിറഞ്ഞ കയ്യടിയോടുകൂടി ഏറെ ബഹുമാനത്തോടുകൂടി മാതൃവോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ശോഭന ജോർജ്. Let's give a huge round of applause to Mrs. Shobana George. Hi ma'am. First of all, welcome to Aushadhi Mrs. Kerala 2023. And you're looking absolutely gorgeous. So, ഈ ഒരു ദിവസം എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ 27 കണ്ടസ്റ്റൻസും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ? നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഈ ഒരു കിരീടം 4 സുന്ദരിമാർക്ക് നൽകാനായിട്ട് പോവുകയാണ്. അപ്പോൾ വാട്ട് യു ഹാവ് ടു സേ? Me too, also waiting for that moment. You are also waiting for that moment. Thank you so much. Any word for our contestants? Not now, later. Not now, later. So in those special words of advice varanayittirikkunnu. Thank you so much and welcome to Aushadhi Mrs. Kerala 2023. അടുത്തതായിട്ട് വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു our next prestigious judge, founder of Ruma Permanent Cosmetics, Ruma VS. Let's give a huge round of applause to Ruma VS, the founder of Ruma Permanent Cosmetics. Hi ma'am. So നമ്മുടെ contestants-നോടും ഇവിടെ ഇരിക്കുന്ന പ്രേക്ഷകരോടും എന്താണ് പറയുന്നത്? നിങ്ങളെല്ലാം കാത്തിരിക്കുന്ന പോലെ ഈ 4 വിജയികളെയും ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ ഞങ്ങളും റെഡിയായിരിക്കുകയാണ്. Thank you so much. So let's see. Moving on, inviting our next prestigious judge. Ladies and gentlemen, let's welcome Sajana Salim on stage. Hi ma'am, how are you doing and words of advice for our 27 enthusiastic participants? ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, ക്രൗണിനെയല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ദേ നീഡ് ടു ഫോക്കസ് ഓൺ ദി ഇവൻറ്റ് ആൻഡ് ദേ നീഡ് ടു ബി വെരി കോൺഫിഡൻറ്റ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. Thank you so much. അപ്പോൾ നമ്മുടെ 3 judges ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. May I please request all these judges to kindly hit the ramp. Vinu Mohan is all here to see you guys. നല്ലൊരു കൈയടിയോടുകൂടി തന്നെ let's welcome him on stage. Hi sir, welcome to Aushadhi Mrs. Kerala 2023. അപ്പോൾ എന്താണ് നമ്മുടെ കണ്ടസ്റ്റൻസിനോടും പ്രേക്ഷകരോടും പറയാനുള്ളത്? ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫാഷൻ എന്ന് പറയുന്നതും അല്ലെങ്കിൽ നമ്മളൊരു പ്രത്യേകിച്ച് റാമ്പ് വാക്ക് എന്നൊക്കെ പറയുന്നത് വളരെ പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റ് ആണ് എല്ലാവർക്കും. പ്രത്യേകം ഇപ്പം ഈ മിസസ് കേരള കോമ്പറ്റീഷന് തീർച്ചയായിട്ടും ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും ഫസ്റ്റ് തന്നെ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. സമൂഹത്തിന് നല്ല ഒരു വിഷൻ കൊടുക്കാൻ കഴിയുന്ന രീതിയിൽ നിങ്ങൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. താങ്ക് യു സോ മച്ച്. അപ്പോൾ റാമ്പ് വാക്ക് ചെയ്യാൻ ബാക്കിയുള്ളത് വിനു മാത്രമാണ്. അപ്പോൾ ഐ തിങ്ക് ഡു യു വാണ്ട് Shobana ma'am, please, come on. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് they are hitting the ramp together. Ladies and gentlemen, it's Vinu Mohan and Shobana ma'am together on stage. So Aushadhi Mrs. Kerala 2023, let's welcome all the gorgeous 27 girls on stage for their first introduction round.
gentlemen, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദാറ്റ് സ്ട്രോങ്, ഡിറ്റർമൈൻഡ്, കോൺഫിഡൻറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ 27 കണ്ടസ്റ്റൻസിനെയാണ് നിങ്ങൾ എല്ലാവരും ഇപ്പോൾ വേദിയിൽ കണ്ടത്. ക്യാൻ വി ഹാവ് എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദം? കാരണം ഈ ഒരു ദിവസം ഈ ഒരു സ്റ്റേജിൽ അവർ അത്രയും കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ് വന്ന് നിന്നിട്ടുള്ളത്. അവരുടെ ഫാമിലി, അവരുടെ കരിയർ, അവരുടെ സ്വപ്നങ്ങളെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് തന്നെ വേദിയിൽ ഇത്രയും കോൺഫിഡൻസ് കാണിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. സോ ഹാറ്റ്സ് ഓഫ് ഫോർ ഓൾ ദി ഗേൾസ്. ആൻഡ് നൗ ഇറ്റ്സ് ടൈം ഫോർ ദി ഇൻട്രൊഡക്ഷൻ റൗണ്ട്. നമ്മുടെ 27 പേരും ഇപ്പോൾ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അക്കോർഡിംഗ് ടു വിച്ച് നമ്മുടെ ജഡ്ജസ് മാർക്സ് സ്കോർ ചെയ്യുന്നതായിരിക്കും. സോ ലെറ്റ് മീ ഫസ്റ്റ് ഇൻവൈറ്റ് ഓൺ സ്റ്റേജ് contestant number 1. Judges, please note we have contestant number 1 on stage, all set for the introduction round. മാന്യസദസ്സിന് നമസ്കാരം. ഞാൻ റിമ, കോട്ടയം സ്വദേശിയാണ്. ഞാനൊരു സോഷ്യൽ വർക്കറും ഹോപ്പോണോപോണോ പ്രാക്ടീഷണറുമാണ്. എഴുത്തും വായനയും നൃത്തവും രചനയുമാണ് എൻ്റെ കൊച്ചു സന്തോഷങ്ങൾ. ഏഷ്യയിലെ ഏറ്റവും വലിയ വനിതാ പ്രസ്ഥാനമായ കുടുംബശ്രീയുടെ അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും സഹായവും താൽക്കാലിക അഭയവും നൽകുന്ന സ്നേഹിതയിലെ സർവീസ് പ്രൊവൈഡറായിട്ട് 6 വർഷമായി ഞാൻ ജോലി ചെയ്തു വരുന്നു. സ്ത്രീകളുടെ വ്യക്തിത്വവും ആഗ്രഹങ്ങളും അംഗീകരിക്കുന്ന സമൂഹം, അതാണ് എൻ്റെ സ്വപ്നം. സ്ത്രീകൾ ആഗ്രഹങ്ങൾക്കായിട്ട് പരിശ്രമിക്കുമ്പോൾ കൂടെ നിൽക്കുന്ന കൂട്ടായ്മയും കുടുംബവുമാണ് അവൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ പരിഗണന. ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. ഭരണഘടന അനുശാസിക്കുന്ന സമത്വം ഏവരുടെയും അവകാശമാണ്, ഔദാര്യമല്ല എന്ന സന്ദേശം ഏവർക്കും എത്തിക്കാൻ ഈ സ്റ്റേജിലൂടെ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. Judges, please note we have contestant number 2 on stage. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഈ 47-ാം വയസ്സിൽ ഇതുപോലൊരു വലിയ അവസരം ഒരുക്കി തന്ന എസ്പാനിയ ഓവൻസിനോടുള്ള എൻ്റെ കടപ്പാട് അറിയിച്ചുകൊണ്ട് എന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ഞാൻ ഷാഗിന വിനോദ്, സ്വദേശം കോഴിക്കോട്. ഞാനൊരു വീട്ടമ്മയാണ്. അടുക്കളയിൽ നിന്ന് ഈ അരങ്ങത്തേക്ക് വന്നു നിൽക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായി കരുതുന്നു. സ്വയം വരുമാന മാർഗമായി ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് വീട്ടിലിരുന്ന് ചെയ്യുന്നു. ഞാൻ ആഗ്രഹിച്ച വരുമാനം അതിലൂടെ ഇപ്പോൾ നേടുന്നുണ്ട്. കഴിഞ്ഞു പോയ കാലത്തിലേക്കൊന്ന് നോക്കിയാൽ ഞാൻ ഡിവോഴ്സിയായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം സന്തോഷകരമായ ഒരു ജീവിതത്തിലേക്ക് കടന്നു. പക്ഷേ തുടരെയുണ്ടായ 5 അബോർഷനുകളും 2 സർജറികളുമായി അല്പം പ്രയാസപ്പെട്ടു. 42-ാം വയസ്സിലാണ് ഞാൻ അമ്മയായത്. ഏതു പ്രായത്തിലും ഏതവസ്ഥയിലും ഇതുപോലെ പല സാധ്യതകൾക്കും നമ്മുടെ മുന്നിൽ തെളിയുമെന്ന് വീട്ടമ്മമാരായ സ്ത്രീകളോട് പ്രത്യേകം പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. എൻ്റെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടിരുന്ന ഓരോരുത്തർക്കും നന്ദി, നമസ്കാരം. Next, let me welcome contestant number 3 on stage. ജീവിതത്തിൽ മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഏതൊരാൾക്കും സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഇടുക്കിയുടെ സ്വന്തമായ ഈ മിടുക്കിയുടെ പേരാണ് സോഫിയ ജെയിംസ്. ഞാനും ഭർത്താവും 3 കുട്ടികളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. ഞാൻ ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റ് ഓഫീസറായി 14 വർഷമായി ജോലി ചെയ്തു വരുന്നു. എൻ്റെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഒത്തിരി ജനങ്ങൾക്ക് ഗുണം ചെയ്തത് എനിക്കറിയാം. ജോലിയും കുടുംബജീവിതവും നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ നേട്ടം. ഞാൻ എന്നിൽ വിശ്വസിച്ചു, എൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് എനിക്കിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിച്ചത്. എൻ്റെ ഈ ജീവിതം ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ
എൻ്റെ ജീവിതം എല്ലാവർക്കും ഒരു മാതൃകയാകാനും എനിക്ക് ആത്മവിശ്വാസം കൂടുതൽ വർദ്ധിക്കുന്നതിനും വേണ്ടിയാണ് ഞാൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചത്. നന്ദി. അടുത്തതായിട്ട് കണ്ടസ്റ്റന്റ് നമ്പർ 4 വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഏവർക്കും നമസ്കാരം. ഞാൻ ദിവ്യ ലിജു, കൊച്ചിയിൽ നിന്ന് വരുന്നു. തൊഴിൽപരമായി ഞാനൊരു ഇമിഗ്രേഷൻ ലോയറാണ്. നിയമത്തിൽ ബിരുദാനന്തര ബിരുദമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സ്വന്തം സ്ഥാപനത്തിൽ തന്നെ ഇമിഗ്രേഷൻ ലോയറായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ തൊഴിൽ മേഖലയിൽ പല നേട്ടങ്ങളും എനിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ അർപ്പണബോധവും കഠിനാധ്വാനവും സർവോപരി ഈശ്വരാനുഗ്രഹവുമാണ് അതിന് കാരണമായിരിക്കുന്നത്. ഈ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടി പറയാനുള്ളത്, തൊഴിൽ മേഖലയ്ക്ക് പുറമേ എൻ്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളും ഞാൻ തുല്യമായി വിലമതിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എൻ്റെ ചുറ്റുമുള്ളവരുടെ മാനസിക ആരോഗ്യവും ക്ഷേമവും എൻ്റെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ചുറ്റുമുള്ളവരുടെ സന്തോഷകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. തളരാതിരിക്കണമെങ്കിൽ നമുക്ക് കരുത്തുണ്ടാവണം. ഇനിയുമുള്ള എൻ്റെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും സാധ്യമാകും എന്ന ശുഭപ്രതീക്ഷയോടെ നന്ദി. താങ്ക് യു.